നമുക്കിന്നൊരു വാലൻറ്റൈൻസ് ഡേ ഗിഫ്റ്റ് നോക്കിയാലോ. ഈ A4 സൈസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ പേപ്പറിനെ ഈ വീഡിയോയിൽ കാണുമ്പോൾ 3 പ്രാവശ്യം നടുക്ക് വെച്ച് മടക്കാം. അത് മടക്കിയതിന് ശേഷം മെഷർമെൻറ്റ് വയ്ക്കണം. ഈ ആദ്യം വരയ്ക്കണവരെ ചുമ്മാ വരയ്ക്കണം കേട്ടോ. അത് കഴിഞ്ഞ് 5.2 സെൻറ്റിമീറ്ററിൽ സ്ക്വയറായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇത് ഞാൻ ഈ മേളിൽ വരച്ച വരെ എനിക്ക് കട്ട് ചെയ്യാൻ ഈസി ആവാൻ വേണ്ടിയാണ് കേട്ടോ. അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജോയിൻ്റ് ഒക്കെ എടുക്കുന്ന പീസൊക്കെ കാണുമല്ലോ, അതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്യുക. കാരണം നമ്മളിങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ ജോയിൻ്റ് ആയിട്ട് വരുന്ന പീസസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത് എല്ലാം സെപ്പറേറ്റ് ആക്കുക. എല്ലാ പീസസും സെപ്പറേറ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് തന്നെ ട്രയാങ്കിളാക്കി മടക്കാം. എന്നിട്ട് അതിൻ്റെ കൂർത്ത ഭാഗം കേർവ് ചെയ്ത് കട്ട് ചെയ്യുക. അങ്ങനെ ഇതിലെല്ലാ പീസും ചെയ്യണം. അങ്ങനെ നമ്മൾ ഇത് ഇനിയും 2 A4 ഷീറ്റിലും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനുള്ള ടോട്ടൽ പെറ്റൽസ് കിട്ടത്തുള്ളൂ. ഇനി 2 ഷീറ്റിലും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 48 പെറ്റൽസാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ റോൾ എടുക്കാം. അല്ലെങ്കിൽ ഗ്ലാസ്സും എടുക്കാം. എന്നിട്ട് അതിൽ ഇതുപോലെ ആദ്യം 4 പെറ്റൽസ് ഗ്ലൂ ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ചുമ്മാ ഇങ്ങനെ അമുക്കി കൊടുത്താൽ അതവിടെ ഇരുന്നോളും. പിന്നെ അടുത്ത സെറ്റ് വയ്ക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഗ്ലൂവും തേക്കണം. പിന്നെ ഈ ഫസ്റ്റ് വെച്ച 4 പെറ്റൽസിൽ ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ ഇടയ്ക്ക് വരില്ലേ, അതുപോലെ വേണം അടുത്ത് ഇനി വരാൻ പോണ സെറ്റൊക്കെ ഒട്ടിക്കുക. അങ്ങനെ എല്ലാ പേപ്പറും ഇങ്ങനെ ഓരോ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്താണ് ഒട്ടിച്ച് പോവുക. ഇത് കുറച്ച് സമയം എടുക്കും, കാരണം അത് ഗ്ലൂ പിടിക്കണം. നമ്മൾ വെച്ച് കഴിഞ്ഞ് പേപ്പറിനെ കുറച്ച് അമുക്കി കൊടുക്കണം, കാരണം ഈ കേർവിലിരിക്കുന്നതുകൊണ്ട് അത് ഇരിക്കാൻ പാടാണ്. അങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം ഒരു ഫൈനൽ ലുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അതിനെ ഉണങ്ങാൻ വയ്ക്കുക. കാരണം അല്ലെങ്കിൽ അത് ഇളകി വരുമ്പോൾ ഓരോ പെറ്റൽസായിട്ട് ഇങ്ങനെ ഇളകിപ്പോവും. ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇത് കാണാൻ നല്ല ലുക്കുണ്ടല്ലേ, പക്ഷെ നടുക്കത്ത് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നമുക്കൊരു സ്റ്റെമ്മ് വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയും വണ്ണമുള്ള സ്റ്റെമ്മ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുഞ്ഞ് ടിഷ്യൂ പേപ്പറിൻ്റെ റോളെടുത്ത് വെച്ച് കൊടുത്തത്. ഇതിനൊരു പെയിൻ്റൊക്കെ അടിച്ച് ഇതിൻ്റെ അകത്ത് ഗിഫ്റ്റൊക്കെ വെച്ച് കൊടുക്കാം.